അഷ്ടാവക്രൻ വേഗം തൻ്റെ പിതാവായ കഹോടനെ വീണ് നമസ്കരിച്ചു. കഹോടന് തൻ്റെ പുത്രൻ്റെ അറിവിലും പ്രഭാവത്തിലും വലിയ സന്തോഷം തോന്നി. അദ്ദേഹത്തിനെ തിരിച്ച് അനുഗ്രഹിച്ചു. നിന്റെ എല്ലാ വൈരൂപ്യങ്ങളും മാറി നീ അതിസുന്ദരനായി തീരട്ടെ എന്നനുഗ്രഹിച്ചു. അഷ്ടാവക്രൻ്റെ ആത്മജ്ഞാനത്തിലുള്ള ബഹുമാനം കാരണം ജനക മഹാരാജാവ് അദ്ദേഹത്തിൻ്റെ ശിഷ്യനായി തീർന്നു. കൊട്ടാരത്തിൽ എല്ലാ സുഖ സൗഭാഗ്യങ്ങളും അദ്ദേഹം ഉപേക്ഷിച്ച് അഷ്ടാവക്രൻ്റെ ശിഷ്യനായി തീർന്നു ജനക മഹാരാജാവ്. അഷ്ടാവക്രനും തൻ്റെ ശിഷ്യനായ ജനക മഹാരാജാവും തമ്മിൽ നടത്തിയതായ സംവാദമാണ് പിന്നീട് അഷ്ടാവക്ര ഗീത എന്ന പേരിൽ പ്രശസ്തമായി തീർന്നത്. മറ്റൊരു കാര്യം കൂടെ സൂചിപ്പിക്കട്ടെ. മിഥില, വിദേഹം എന്നീ രണ്ടും ഒരേ രാജ്യത്തിൻ്റെ പേരാണ് എന്ന് പറഞ്ഞല്ലോ. മിഥിലയിലെ രാജാവിൻ്റെ പുത്രി ആയതുകൊണ്ടാണ് സീതാദേവിക്ക് മൈഥിലി എന്നൊരു പേര് വന്നത്. വിദേഹത്തിലെ രാജാവിൻ്റെ പുത്രി ആയതുകൊണ്ടാണ് സീതാദേവിയെ വൈദേഹി എന്ന് വിളിക്കുന്നത്. അതുപോലെ ജനക മഹാരാജാവിൻ്റെ പുത്രി ആയതുകൊണ്ടാണ് സീതാദേവിക്ക് ജാനകി എന്നൊരു പേര്. വിദേഹം അല്ലെങ്കിൽ മിഥില ഈ രാജ്യത്തെ രാജാക്കന്മാരെ പൊതുവേ ജനകൻ എന്നാണ് വിളിക്കുക. അവർക്ക് വേറെ പേരുണ്ടാവും എങ്കിലും ഈ രാജ്യത്തെ രാജാക്കന്മാരെ മുഴുവൻ ജനകൻ എന്നാണ് സംബോധന ചെയ്യുക. അതുകൊണ്ട് സീതാദേവിയുടെ അച്ഛൻ ജനകൻ എന്ന് പറയപ്പെടുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ശരിക്കുള്ള പേര് സീരധ്വജൻ എന്നാണ്.